യെസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ടോപ്പ് ഗിയറിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇതാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 3 ജില്ലകൾ കവർ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്നതാണ്. ആലപ്പുഴ മാത്രമല്ല, ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ എറണാകുളം. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തും. അതിനുശേഷം തിരുവല്ലയിലേക്ക് പോകും. വൈകിട്ടാണ് തിരുവനന്തപുരത്തെ റോഡ് ഷോ. ഈ 2 നേതാക്കൾ പ്രധാനമായും മുന്നണിയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഇടതുപക്ഷത്തെ നയിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറുപടി നൽകിക്കൊണ്ടുള്ള പ്രസംഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നും മുഖ്യമന്ത്രി മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത് വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ് മൂർച്ചയേറിയ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ പ്രസംഗിക്കുമ്പോഴും BJP CPIM ഡീലിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു വാക്കുപോലും മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നില്ല? സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPIM ആണ് എന്ന് പറഞ്ഞു വെക്കുന്നില്ല. തന്നെ ആക്രമിക്കുന്നവർ, തനിക്ക് ED പരിശോധനകൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയെയോ അവരുടെ കുടുംബത്തെയോ തൊടാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. ഇത്തരം വിമർശനങ്ങളൊക്കെ ആണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതിനെല്ലാം മറുപടി ഉണ്ടാകും LDFിന്റെ ഭാഗത്ത് നിന്ന് എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം ഈ പ്രചരണത്തിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ നേതാക്കളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ് ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാവുക. അതിൽ അഭിലാഷ് സൂചിപ്പിച്ച നീക്കം പ്രധാനപ്പെട്ടതാണ്. കാരണം രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് CPIMനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഇതിനു മുമ്പും കേരളത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി പലപ്പോഴും വന്നു പോയിട്ടുണ്ട്, മുൻകാല തെരഞ്ഞെടുപ്പുകളിലും. പക്ഷേ അന്നൊന്നും സ്വീകരിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നു. അതിന്റെ പ്രകോപനം CPM കേന്ദ്രങ്ങൾക്കുമുണ്ട്. മുഖ്യമന്ത്രി അടക്കം അത് പറയുകയും ചെയ്തു. കാരണം യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാതെ സംസാരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയും ഉന്നയിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധി അവസാന ദിവസങ്ങളിൽ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ മറുപടി നമ്മൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണം, മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കണം. മുഖ്യമന്ത്രിക്ക് ഇന്നും നാളെയുമായി വിപുലമായ പരിപാടികളാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഇടങ്ങളിലുള്ളത്. സ്വാഭാവികമായും ആ വേദികളിൽ ആ മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലും അല്ലാതെ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലുമൊക്കെയാണ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും മുഖ്യമന്ത്രി എന്തായാലും ഈ വിഷയങ്ങളിൽ കൂടി കടന്നുപോകുമെന്ന് പ്രതീക്ഷിക്കണം. ഏറ്റവും ഒടുവിൽ അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നേതാക്കളുടെ പ്രസ്താവനകൾ വരുമ്പോൾ അതിന് മറുപടി സ്വാഭാവികമായും മറുചേരിയിൽ നിന്നും ഉണ്ടാകും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന നീക്കങ്ങൾ CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതണം. ഇന്നും നാളെയുമായി മുഖ്യമന്ത്രി പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. 2-3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ധർമ്മടം മണ്ഡലത്തിന് പുറമെ പയ്യന്നൂർ, ഒപ്പം തന്നെ തളിപ്പറമ്പ്. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. കാരണം തളിപ്പറമ്പിൽ അവിടെ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ PK ശ്യാമളയെ വിജയിപ്പിക്കുക എന്ന വലിയ അജണ്ട CPMന് മുന്നിലുണ്ട്. അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ വലിയ നീക്കങ്ങൾ ഇവിടെയും അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു തരത്തിലും, അതായത് സംസ്ഥാനത്ത് ഭരണം പിടിച്ചാലും ഭരണം നഷ്ടപ്പെട്ടാലും CPMന് മുന്നിൽ തളിപ്പറമ്പിലെ തോൽവി ഉണ്ടായാൽ അത് വലിയ നഷ്ടമുണ്ടാക്കും, വിശദീകരിക്കാൻ പാടുപെടും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി തളിപ്പറമ്പിലും കളത്തിലുണ്ട്. പയ്യന്നൂരിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടാവാൻ പാടില്ല, വോട്ടെണ്ണത്തിലും കുറവുണ്ടാവാൻ പാടില്ല. 2 ഉറച്ച CPM മണ്ഡലങ്ങളെന്നാണ് കരുതപ്പെടുന്നത്. അവിടെ അതുകൊണ്ട് ആ തരത്തിലുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ ആശയക്കുഴപ്പം ഒഴിവാക്കുക CPMനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതിനുള്ള നീക്കങ്ങൾ കൂടി ഇന്നത്തെ പകൽ ദിനമുണ്ടാകാം. ഇതിനു പുറമെ രാഹുൽ ഗാന്ധി അടക്കം CPMനെ, സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്നവർക്കെതിരെ ഉള്ള മറുപടിയുമായി മുഖ്യമന്ത്രി ഇന്ന് കളം നിറയാൻ സാധ്യതയുണ്ട്. യെസ്, അതോടൊപ്പം ഇതാ സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങളടക്കം മാറിമറിയുന്ന ഒരു പശ്ചാത്തലം ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാമല്ലോ, ഈ അനൗൺസ്മെന്റ് വിവാദം പോലെയുള്ളവ TP രാമകൃഷ്ണൻ അതിന് മറുപടിയായി എത്തുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രചാരണമൊന്നും ഉണ്ടാകില്ല എന്ന്. പക്ഷേ കൂടുതൽ പ്രചാരണ വാഹനത്തിന്റെ ദൃശ്യങ്ങളടക്കം UDF നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ FCRA പോലെയുള്ള വിഷയങ്ങൾ BJPക്ക് പരിഹരിക്കേണ്ടതായി വരുന്നു. അങ്ങനെ വിഷയങ്ങൾ കൂടി മാറിമറിയുന്ന സാഹചര്യം ആണല്ലോ ഉള്ളത്.
അതെ അഭിലാഷ്, പേരാമ്പ്രയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായി ഈ അനൗൺസ്മെന്റ് വിവാദം മാറില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ കാഫിർ വിവാദം. അതിന് സമാനമായി ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ UDF ക്യാമ്പിൽ നിന്നും ശ്രമങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. സ്വാഭാവികമായും അതിന്റെ മറുപടിയും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് പേരാമ്പ്ര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബാധകമാവാത്ത രീതിയിൽ വരാനാണ് സാധ്യത. ഫാത്തിമ തെഹ്ലിയ എന്ന ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അവർക്കെതിരായ കടന്നാക്രമണം അത് ആ മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാത്ത തരത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് സാഹചര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. ആ മണ്ഡലത്തിൽ നിന്നും പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതാണ് UDF ഉന്നയിക്കുന്ന വിമർശനം. കാരണം സംസ്ഥാനത്തുടനീളം നിന്ന് പ്രചരണം നടത്തേണ്ട വ്യക്തിയാണ് ഇടതുമുന്നണി കൺവീനർ. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല. സ്വന്തം മണ്ഡലത്തിൽ വലിയ രീതിയിൽ വിജയിക്കാമെന്ന് കഴിയെടുത്ത് കടുത്ത പോരാട്ടം TP രാമകൃഷ്ണൻ നേരിടുന്നു. അതാണ് ഇതിന്റെ തെളിവെന്ന് പറയുന്നു. ചുരുങ്ങിയ പക്ഷം ഇത് മണ്ഡലത്തിന് പുറത്തേക്ക് മലബാർ മേഖലകളിലാകെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിവാദങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ പേരാമ്പ്രയിൽ ഉയരുന്ന വിവാദം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം ചെറുതല്ല. മറ്റൊന്ന് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ ഒരു G സുധാകരന്റെ വെല്ലുവിളി കടുത്ത പ്രതിസന്ധി CPM മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. G സുധാകരൻ ഒരു അട്ടിമറി വിജയം അവിടെ നേടിയാൽ അത് വിശദീകരിക്കാൻ ഏറെ പാടുപെടുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. അപ്പോൾ ആ രാഷ്ട്രീയ നഷ്ടം കൂടി കുറയ്ക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടാലും തുടർഭരണം വീണ്ടും കിട്ടിയാൽ പോലും ഈ തോൽവികളും ഇവിടുത്തെ ഫലങ്ങളും സംസ്ഥാനത്ത് നിർണായകമാണ്. ആ ഒരു കരുതൽ കൂടിയാണ് ഇവിടെ നിന്നും ഉണ്ടാവുന്നത് എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും VD സതീശൻ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായും സജിത, ഒരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ഈ വടകരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ കരുത്ത് കാണിക്കുന്ന തരത്തിലേക്ക് ആളുകളെ എത്തിക്കുക. ഇപ്പോൾ വടകരയിൽ തന്നെ അത് നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസവും വൈകിട്ട് ഓരോ മുന്നണികളും തങ്ങളുടെ അംഗബലം എത്ര എന്നത് സംബന്ധിച്ച അങ്ങനെ പോലും ഒരു പോരെ. ഇന്നലെ ഇതാ ഈ മുഖ്യമന്ത്രി എത്തുമ്പോൾ അങ്ങനെയൊരു പ്രചാരണം ഇടതുപക്ഷത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ ആൾക്കൂട്ടം കണ്ടോ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം. അപ്പോൾ ഇനിയുള്ള 2-3 ദിവസങ്ങൾ അതുകൂടിയാണല്ലോ. അതായത് രാഹുൽ എത്തുന്ന വേദിയിലേക്ക്, പ്രധാനമന്ത്രി എത്തുന്ന വേദിയിലേക്ക്, മുഖ്യമന്ത്രി എത്തുന്ന വേദിയിലേക്കൊക്കെ കഴിയുന്നത്ര ആളുകളെ എത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശക്തിപ്രകടന വേദികളായി, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയാണ് അതിൽ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആൾക്കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മാസ് ലീഡേഴ്സിനെ കളത്തിലിറക്കുക. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുകളിൽ VIP ക്യാമ്പയിനേഴ്സ് എന്നൊരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. ഈ VIP ക്യാമ്പയിനേഴ്സ് ആയിട്ട് കോൺഗ്രസിനും BJPക്കും ഒരു നിര ആൾക്കാരുണ്ട്. കാരണം കേന്ദ്രമന്ത്രിമാർ, അങ്ങനെയുള്ള സാധ്യതകൾ BJPക്കുണ്ട്. കോൺഗ്രസിനും വലിയ സാധ്യതയുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കളത്തിലിറക്കാം. വലിയ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ ആളുകളുണ്ട്. പക്ഷേ കേരളത്തിൽ CPMനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി, അവിടെ മുഖ്യമന്ത്രി മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട താര ക്യാമ്പയിനർ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കാര്യമായിട്ട് ആരുകളും വരാനുമില്ല. മുൻപ് സംസ്ഥാനത്തെ സാഹചര്യം നോക്കുമ്പോൾ തന്നെ അറിയാം, VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പ്രചരണം നയിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അവരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ പിണറായി വിജയൻ തന്നെ പരമാവധി ഇടങ്ങളിൽ ഓടിയെത്തേണ്ട അവസ്ഥയുണ്ട്. ഇന്നും നാളെയുമായി അദ്ദേഹം 25 വേദികളിലാണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കിട്ട ഷെഡ്യൂളിൽ പോവുകയാണ്. അതിനിടയിലാണ് ഈ നേതാക്കളുടെ ആ പ്രചരണ പരിപാടിയിലേക്ക് വന്നിറങ്ങുന്നതും അത് വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുകയും പിന്നീട് അത് വലിയ റീലുകളും മറ്റുമായി വന്ന് അങ്ങനെ അവസാന നാളുകളിൽ തങ്ങളുടെ നേതാവ്, തങ്ങളുടെ പാർട്ടി, തങ്ങളുടെ മുന്നണി ആ ഒരു മാസ് പ്രകടനം കൊടുത്തുകൊണ്ട് പ്രചരണ ദിവസം, ഈ പോളിംഗ് ദിവസം കൂടി ഈ ആവേശം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഇനിയുള്ള ദിവസം ഉണ്ടാകുന്നത്. അതാണ് ഈ വേദികളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച. ഈ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ശക്തി പ്രകടനമാക്കി ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെയും മാറ്റുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെയുള്ള ആൾക്കൂട്ടം, അതോടൊപ്പം തന്നെ വിഷയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ശേഷിക്കുന്നത് കേവലം 5 ദിവസം മാത്രം ആണ്. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.